സർ രാഘവ് ചന്ധയുടെ ലയനത്തിന് രാജ്യസഭാ അധ്യക്ഷൻ കൂടിയായ ഉപരാഷ്ട്രപതി അംഗീകാരം നൽകുമ്പോൾ അതിൽ ഭരണഘടനാ വിരുദ്ധമായ ചില കാര്യങ്ങൾ നടന്നിരിക്കുന്നു എന്നൊരു റിപ്പോർട്ട് പുറത്തു വരുന്നുണ്ട്. ഇത് എത്രത്തോളം ശരിയാണ്? അങ്ങനെ ഭരണഘടനാ വിരുദ്ധമായ ഒരു കാര്യമാണോ നടന്നത്? നിയമവിരുദ്ധമായാണ് ഉപരാഷ്ട്രപതി പ്രവർത്തിച്ചത് എന്ന് ആരോപിച്ചുകൊണ്ട് രാജ്യസഭയിലെ ആം ആദ്മി പാർട്ടിയുടെ അധ്യക്ഷനായ ലീഡറായ സജ്ഞയ് സിംഗ് ഉപരാഷ്ട്രപതിക്ക് കത്ത് കൊടുത്തിട്ടുണ്ട്. മാത്രമല്ല ഭരണഘടനാ വിദഗ്ധന്മാരും അഭിഭാഷകരും ഇത് കോടതിയുടെ നീതിന്യായ കോടതിയുടെ മുന്നിൽ കൊണ്ടുവരും എന്ന് പ്രഖ്യാപിച്ചിട്ടുണ്ട്. അതിന് അടിസ്ഥാനം ഇതാണ്. ഹർഭജൻ സിംഗും ഇദ്ദേഹത്തിനോടൊപ്പം ചന്ദയ്ക്കൊപ്പം സ്വാതി മലിവാളം ഉൾപ്പെടെയുള്ള 7 എംപിമാർ 10 എംപിമാരിൽ രാജ്യസഭയിലെ 7 എംപിമാരാണ് ആം ആദ്മി പാർട്ടിയിൽ നിന്നും രാജിവെക്കുകയും തങ്ങൾ കൂറുമാറ്റ നിരോധന നിയമത്തിന്റെ പരിധിയിൽ വരില്ല, കാര്യം തങ്ങൾ ലയിപ്പിച്ചു, ഈ പാർട്ടി BJP ലയിപ്പിച്ചു എന്ന് അവകാശപ്പെടുകയും ആ അവകാശവാദത്തിന് ഉപരാഷ്ട്രപതി അംഗീകാരം കൊടുക്കുകയുമാണ് ചെയ്തത്. പക്ഷേ സജ്ഞയ് സിംഗ് കൊടുത്ത പരാതിയിൽ അദ്ദേഹം ഹിയറിംഗ് നടത്തുകയുണ്ടായില്ല, ഒരു ഉത്തരവ് പുറപ്പെടുവിക്കുകയുണ്ടായില്ല. കഴിഞ്ഞ ദിവസം രാജ്യസഭയുടെ സെക്രട്ടേറിയറ്റ് പുറത്തിറക്കിയ പത്രക്കുറിപ്പിലോ അല്ലെങ്കിൽ സൈറ്റിലോ ആം ആദ്മി പാർട്ടിയുടെ അംഗസംഖ്യ 10-ൽ നിന്ന് 3 ചുരുക്കുകയും ഈ രാജിവെച്ച 7 അംഗങ്ങളും BJP പാർലമെന്ററി പാർട്ടി അംഗങ്ങളായി അതിൽ രേഖപ്പെടുത്തുകയുമാണ് ചെയ്തിട്ടുള്ളത്. ഇത് കൂറുമാറ്റം നിരോധിക്കാൻ വേണ്ടി നിലവിൽ വന്ന നിയമം ദുരുപയോഗം ചെയ്യുന്നു എന്ന പരാതിയുടെ അടിസ്ഥാനത്തിൽ 2003-ൽ 91-ാം ഭരണഘടനാ ഭേദഗതി നിലവിൽ വന്നു. ആ ഭേദഗതി ഈ വളരെ പ്രധാനപ്പെട്ട 2-3 മാറ്റങ്ങൾ ആന്റി ഡിഫെക്ഷൻ ലോയിൽ വരുത്തി. ഒന്നാമത്തെ മാറ്റം പിളർപ്പ് അല്ലെങ്കിൽ സ്പ്ലിറ്റ് എന്ന ഒരു ക്ലോസ് എടുത്തു കളഞ്ഞു. 3-ലധികം അംഗങ്ങൾ പിന്തുണച്ചു കഴിഞ്ഞാൽ ഒരു പാർട്ടി പിളരുകയും അതിന് കൂറുമാറ്റം ബാധകമല്ലാതെ ഇരിക്കുകയും ചെയ്യുന്ന ആ വ്യവസ്ഥ എടുത്തു കളഞ്ഞു. പകരം ലയനം എന്ന ഒരു ക്ലോസ് ഉൾപ്പെടുത്തി. ഈ ലയനത്തിൽ 2 വ്യവസ്ഥകളാണ് ഭരണഘടന വെച്ചിട്ടുള്ളത്. അത് 10-ാം ഷെഡ്യൂൾ പ്രകാരം ഉള്ള വ്യവസ്ഥ ഇതാണ്. 2 ഭാഗങ്ങളുണ്ട് ഇതിന്. ഒന്ന്, ഒറിജിനൽ രാഷ്ട്രീയ പാർട്ടി. ഒരു അംഗം ഏത് രാഷ്ട്രീയ പാർട്ടിയിലാണോ പ്രവർത്തിക്കുന്നത് ആ രാഷ്ട്രീയ പാർട്ടി ലയനത്തിന് അംഗീകാരം നൽകണം. അതിന്റെ ഉപവ്യവസ്ഥ, ഇങ്ങനെ ലയനത്തിന് തീരുമാനിച്ചു കഴിഞ്ഞാൽ, ലയനം നടത്താൻ തീരുമാനിച്ചു കഴിഞ്ഞാൽ അതിന്റെ ലെജിസ്ലേറ്റീവ് പാർട്ടി ഇവിടെ ഈ രാഘവ് ചദ്ദ കേസിൽ രാജ്യസഭയിലെ ആം ആദ്മി പാർട്ടിയുടെ കക്ഷി അതിന് 3-2 ഭൂരിപക്ഷത്തോടെ അംഗീകാരം നൽകണം. ഇവിടെ സംഭവിച്ചത് ലെജിസ്ലേറ്റീവ് പാർട്ടിയിൽപ്പെട്ട രാജ്യസഭയിലെ ആം ആദ്മി പാർട്ടിയിൽപ്പെട്ട 7 അംഗങ്ങളാണ് തങ്ങൾ പിളർന്നുപോയി അല്ലെങ്കിൽ BJP ലയിച്ചു എന്ന് അവകാശപ്പെട്ടത്. അപ്പൊ ഈ 2 വ്യവസ്ഥയും ഇന്റർ കണക്റ്റഡ് ആണ് എന്ന് പ്രഖ്യാപിച്ചിട്ടുണ്ട്. ഇന്റർ കണക്റ്റഡ് ആണെന്ന് വെച്ച് കഴിഞ്ഞാൽ ആദ്യം തീരുമാനം എടുക്കേണ്ടത് ഈ നിയമസഭാ കക്ഷി അല്ലെങ്കിൽ ഇവിടെ പാർലമെന്ററി കക്ഷിയല്ല, ലെജിസ്ലേറ്റീവ് പാർട്ടിയല്ല. ലയിക്കാനുള്ള തീരുമാനം എടുക്കേണ്ടത് ഒറിജിനൽ പാർട്ടിയാണ്. ഇവിടെ ഒറിജിനൽ പാർട്ടി എന്നാണ് ഭരണഘടനയിൽ പറഞ്ഞിട്ടുള്ളത്. ആ ഒറിജിനൽ പാർട്ടി എന്ന് പറയുന്നത് ആം ആദ്മി പാർട്ടിയാണ്. ആം ആദ്മി പാർട്ടി അങ്ങനെ ഒരു തീരുമാനമേ എടുത്തിട്ടില്ല. അപ്പം എടുക്കാത്ത തീരുമാനത്തിന്റെ പേരിൽ അവർക്ക് ലയിക്കാൻ പറ്റില്ല. അതൊരു സുപ്രീം കോടതി പല പ്രാവശ്യം ഇത് അസന്നിഗ്ധമായി പ്രഖ്യാപിച്ചിട്ടുണ്ട്. ഉദാഹരണത്തിന് 2016-ൽ ഉത്തരാഖണ്ഡ് സർക്കാരിനെ കേന്ദ്ര ഗവൺമെന്റ് പിരിച്ചുവിട്ടു. ഹരീഷ് ചന്ദ്ര റാവത്തായിരുന്നു അന്ന് മുഖ്യമന്ത്രി കോൺഗ്രസിന്റെ. അന്ന് കോൺഗ്രസ് MLA-മാർ ബജറ്റ് അവതരിപ്പിച്ചുകൊണ്ടിരിക്കുമ്പോൾ 9 MLA-മാർ കൂറുമാറി BJP-യിൽ ചേർന്നതായി പ്രഖ്യാപിച്ചു. അതിനുശേഷം നിയമസഭാ കക്ഷിയിൽ ഹരീഷ് ചന്ദ്ര റാവത്തിന് ഭൂരിപക്ഷമില്ല എന്ന് പറഞ്ഞ് അവിടെ രാഷ്ട്രപതി ഭരണം ഏർപ്പെടുത്തി. ഇതിനെതിരായി സുപ്രീം കോടതിയെ സമീപിച്ചു. അപ്പോൾ സുപ്രീം കോടതി പറഞ്ഞത് ഭരണഘടനാപരമായ പാപമാണ് ഈ ഡിഫെക്ഷൻ കൂറുമാറ്റം എന്നാണ്. മാത്രമല്ല ഈ കൂറുമാറ്റം നിയമപരം അല്ല എങ്കിൽ കോടതിയെ സമീപിക്കാം എന്ന് സുപ്രീം കോടതിയുടെ വിധി ഉണ്ടായിരുന്നു. പക്ഷേ പിന്നീട് വന്ന പല കേസുകളിലും ഗോവയിൽ 2 പ്രാവശ്യം കൂറുമാറ്റം ഉണ്ടായി, തെലങ്കാനയിൽ കൂറുമാറ്റം ഉണ്ടായി, അസമിൽ കൂറുമാറ്റം ഉണ്ടായി. അവിടെയൊക്കെ സ്പീക്കർമാർ ഈ ഭരണഘടനാ വ്യവസ്ഥയുടെ 2ാം ഭാഗം മാത്രമാണ് പരിഗണിച്ചത്. അതായത് നിയമസഭാ കക്ഷിയിൽ 3-2 ഭൂരിപക്ഷമുള്ള ആൾക്കാർ കൂറുമാറുകയാണെങ്കിൽ
അത് ലയനമായി കണക്കാക്കി അതിന് അംഗീകാരം കൊടുക്കുന്ന നടപടിയാണ് സ്വീകരിച്ചത്. രണ്ടും സുപ്രീം കോടതിയുടെ പരിഗണനയിൽ ഇരിക്കുകയാണ് ഇപ്പോൾ. അത് മുംബൈ ഹൈക്കോടതിയുടെ ഗോവ ബെഞ്ച് 2014 ഗോവയിലെ 15 കോൺഗ്രസ് MLA-മാരിൽ 10 പേർ കൂറുമാറി BJP-യിൽ ചേർന്നതിനെ സംബന്ധിച്ച ഒരു കേസിൽ ഇതേ നിലപാടാണ് സ്വീകരിച്ചത്. ഈ കൂറുമാറ്റം ലയനമായി സ്പീക്കർ അംഗീകരിച്ചു. കോൺഗ്രസ് അതിനെതിരായി ഹൈക്കോടതിയെ സമീപിച്ചപ്പോൾ ഈ സ്പീക്കറുടെ തീരുമാനം മുംബൈ ഹൈക്കോടതിയുടെ ഗോവ ബെഞ്ച് ശരിവെച്ചു. അതിനുശേഷം 2022 ഗോവയിലെ ഇതേ കോൺഗ്രസ് നിയമസഭാ കക്ഷിയിലെ 11 MLA-മാരിൽ 8 പേർ കൂറുമാറി BJP-യിൽ ചേർന്നു. 2022 ഗോവയിൽ ഇതേ രംഗം ആവർത്തിച്ചു. മൊത്തമുള്ള കോൺഗ്രസിന്റെ 11 MLA-മാരിൽ 8 പേർ രാജിവെച്ച് BJP-യിൽ ചേർന്നു. അത് ലയനം എന്ന രീതിയിൽ അത് സ്പീക്കർ അംഗീകരിച്ചു. അതിനെതിരായി മുംബൈ ഹൈക്കോടതിയുടെ ഗോവ ബെഞ്ചിൽ കോൺഗ്രസ് നൽകിയ പരാതി അവർ സ്വീകരിച്ചില്ല, തള്ളിക്കളഞ്ഞു. ആ 2 കേസുകളും ഇപ്പോൾ സുപ്രീം കോടതിയുടെ പരിഗണനയിൽ ഇരിക്കുകയാണ്. ഇത് മാത്രമല്ല, മഹാരാഷ്ട്രയിൽ ശിവസേന പക്ഷത്ത് പിളർപ്പുണ്ടായപ്പോൾ വളരെ കൗതുകകരമായ ഒരു ഭരണഘടനാ കേസ് ഉണ്ടായി. ഏത് ഭാഗമാണ് യഥാർത്ഥ ശിവസേന എന്നതായിരുന്നു കോടതിയുടെ മുന്നിൽ വന്ന ബോംബെ ഹൈക്കോടതിയുടെ മുന്നിൽ വന്ന പ്രശ്നം. അതിന്റെ അടിസ്ഥാനം ഏക്നാഥ് ഷിൻഡെ വിഭാഗം സ്വന്തമായി നിയമസഭയിൽ വിപ്പിനെ നിയമിച്ചു. ഇതിനെതിരെ ഉദ്ധവ് താക്കറെ വിഭാഗമാണ് കോടതിയെ സമീപിച്ചത്. അപ്പം കോടതി അവരുടെ വാദം അംഗീകരിച്ചില്ല. ഏകനാഥ് ഷിൻഡെയുടെ വാദം അംഗീകരിച്ചില്ല. ഏകനാഥ് ഷിൻഡ ഗ്രൂപ്പ് പറഞ്ഞത് തങ്ങൾക്കാണ് നിയമസഭാ കക്ഷിയിൽ ഭൂരിപക്ഷം, അതുകൊണ്ട് നിയമസഭാ കക്ഷിയിലെ ചീഫ് വിപ്പിനെ നിയമിക്കാനുള്ള അധികാരം തങ്ങൾക്കാണ് എന്നായിരുന്നു അവർ വാദിച്ചത്. ആ വാദം കോടതി തള്ളിക്കളഞ്ഞു. കോടതി പറഞ്ഞ ന്യായം, നിയമസഭാ കക്ഷിക്ക് രാഷ്ട്രീയ പാർട്ടിയിൽ നിന്ന് വ്യത്യസ്തമായി പ്രവർത്തിക്കാൻ പറ്റില്ല. രാഷ്ട്രീയ പാർട്ടിയാണ് നിയമസഭാ അംഗങ്ങളെ തിരഞ്ഞെടുക്കുന്നത്. നിയമസഭയിലെ ചീഫ് വിപ്പിനെയും ലീഡറെയും ഒക്കെ നിയമിക്കുന്നതും നിർദ്ദേശിക്കുന്നതും പാർട്ടിയാണ്. സ്വതന്ത്രമായി നിയമസഭാ കക്ഷിക്ക് നിലനിൽപ്പില്ല എന്നാണ് മുംബൈ ഹൈക്കോടതി വിധിച്ചത്. അപ്പോൾ ഇവിടെ കാര്യങ്ങൾ വ്യക്തമാണ്. ഈ ഉപരാഷ്ട്രപതി ചദ്ദ ഉൾപ്പെടെയുള്ള 9 AAP MP-മാരുടെ രാജ്യസഭാ MP-മാരുടെ ലയനത്തിനെതിരായ അദ്ദേഹത്തിന്റെ തീരുമാനത്തിനെതിരായി ആം ആദ്മി പാർട്ടി സ്വാഭാവികമായിട്ടും ഹൈക്കോടതിയെയോ അല്ലെങ്കിൽ സുപ്രീം കോടതിയെയോ സമീപിക്കുമ്പോൾ 2003 91 ഭരണഘടനാ ഭേദഗതി ഭരണഘടനയുടെ 10ാം ഷെഡ്യൂളിൽ വരുത്തിയിട്ടുള്ള ഭേദഗതി അനുസരിച്ച് നിയമസഭാ കക്ഷി അല്ലെങ്കിൽ ലെജിസ്ലേറ്റീവ് പാർട്ടിയാണോ സ്വന്തമായി തീരുമാനിക്കുന്നത്, അതോ രാഷ്ട്രീയ പാർട്ടിയാണോ ലയനം അന്തിമമായി തീരുമാനിക്കുന്നത്? ഈ ആദ്യം ലയനം പാർട്ടി തീരുമാനിക്കണം. അതിനുശേഷം 2 അംഗങ്ങൾ, ഇവിടെയാണെങ്കിൽ ഈ കേസിൽ രാജ്യസഭയിലെ MP-മാർ അംഗീകരിക്കണം. അപ്പം പാർട്ടി തീരുമാനിക്കാത്ത ലയനം MP-മാർക്ക് സ്വന്തമായി നടത്താൻ പറ്റുമോ എന്നുള്ള മൗലികമായ ഒരു ചോദ്യത്തിന് സുപ്രീം കോടതി അല്ലെങ്കിൽ ഉന്നത നീതിപീഠം ഏതാനും ഇനി വരുന്ന മാസങ്ങളിൽ ഉത്തരം പറയും. ഇത് ഇന്ത്യയുടെ രാഷ്ട്രീയ രംഗത്ത് കൂറുമാറ്റ നിരോധന നിയമത്തിലെ അവ്യക്തത, കാര്യം പല സ്പീക്കർമാർ പല വകുപ്പുകൾ സ്വന്തമായി വ്യാഖ്യാനിച്ചെടുത്ത തീരുമാനങ്ങൾ മൂലം ഉണ്ടായിട്ടുള്ള അവ്യക്തമായ ഒരു അവസ്ഥയ്ക്ക് പരിഹാരമുണ്ടാക്കും എന്നാണ് പ്രതീക്ഷ. യെസ്, എന്തായാലും സാർ സൂചിപ്പിച്ചതുപോലെ അത്തരത്തിലൊരു നീക്കമാണ് ഉപരാഷ്ട്രപതിയുടെ ഭാഗത്തു നിന്നും ഉണ്ടായിരിക്കുന്നത് എങ്കിൽ ഭരണഘടനാ വിരുദ്ധമായ കാര്യം നടന്നിരിക്കുന്നു എന്ന് തന്നെ പറയേണ്ടി വരും. പക്ഷേ രാഘവ് ചന്ദ ഉൾപ്പെടെയുള്ള 9 MP-മാരുടെ ലയനം അത് അവരുടെ മാത്രമാണോ അതോ AAP-യുടെ തന്നെ ലയനമാണോ എന്ന നിലയിലും ചർച്ചകൾ പുരോഗമിക്കുന്നുണ്ട്. വ്യക്തമാണ്. താങ്ക് യു പ്രദീപ് സർ. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടണും അമർത്തുക.